അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠാപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ RS ഭവ്യശ്രീ 8th. ഞാൻ RS ജിതിൻ കൃഷ്ണ 10th. കണ്ണീരിലാഴുമ്പോൾ കൈനീതരേണമേ കടലിന്നുമീതേ നടന്നവനേ. ഇന്ന് മാർച്ച് 21, കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരിയുടെ ഓർമ്മദിനം. യൂസഫ് അലി കേച്ചേരി 1934 മെയ് 16 സിംബൈൽ അഹമ്മദിന്റെയും ഏലംകുളം നജ്മക്കുട്ടി ഉമ്മയുടെയും മകനായി തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ ജനിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് BA എടുത്തു. പിന്നീട് BL നേടി. അതിനുശേഷം വക്കീലായി ഏറെക്കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇതുവരെ ചൂടാത്ത പുളകങ്ങൾ, ഇതളിട്ടു വിടരുന്ന സ്വപ്നങ്ങൾ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളി. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിരുന്നു. മൂത്ത സഹോദരൻ AV അഹമ്മദിന്റെ പ്രോത്സാഹനത്തിനാണ് യൂസഫ് അലി സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നത്. 1954 യൂസഫ് അലിയുടെ ആദ്യ കവിത കൃതാർത്ഥൻ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാരാത്രി, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാരാത്രി, കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാരാത്രി, കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാരാത്രി, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാരാത്രി. ഇന്ത്യയിൽ സംസ്കൃതത്തിൽ മുഴുനീള ഗാനങ്ങൾ എഴുതിയ ഒരേയൊരു കവി യൂസഫ് അലിയാണ്. പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ TP നാരായണ പിഷാരടിയുടെ അടുത്തു നിന്നാണ് സംസ്കൃതം പഠിച്ചത്. രാമ 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 जानकी जाने राम जानकी जाने, कदन निदानं नाहं जाने, मोक्ष कवाटं नाहं जाने, जानकी जाने राम 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 जानकी जाने राम. 1962 ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വന്നു. ആദ്യമായി ഗാനം രചിച്ചത് മൂടുപടം എന്ന ചിത്രത്തിനാണ്. വിഷാദകാലേ സഖാത്വമേവ വർത്തമാനകാലത്തെ അവസ്ഥാന്തരങ്ങളോടുള്ള രൂക്ഷമായ പ്രതിഷേധവും അദ്ദേഹത്തിന്റെ മിക്ക കൃതികളിലും പ്രകടമായിരുന്നു.
നല്ല കവിതകൾ എഴുതാൻ സംസ്കൃതം അറിയണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയത്. സംസ്കൃതത്തിലെ ശുദ്ധപദങ്ങൾ ചേർത്ത് വെച്ചെഴുതിയ മനോഹര കവിതകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കൃത ചലച്ചിത്ര ഗാനങ്ങൾ. ഭാവചാരുത ചേർത്ത് കോറിയിട്ട് എത്ര ഗാനങ്ങൾ. സിനിമ എന്ന ദൃശ്യമാധ്യമത്തിനു വേണ്ടി തന്റെ വക്കീൽ കുപ്പായം ഇറക്കി വെച്ചാലാണ് കേച്ചേരി. സംസ്കൃതം എഴുതുന്നത് അപരാധമായി അദ്ദേഹം കരുതിയിരുന്നില്ല. അതായിരുന്നു മതങ്ങൾക്കതീതമായ അദ്ദേഹത്തിന്റെ ചിന്ത. അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. 1984 1000 നാവുള്ള മൗനങ്ങൾ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ജീവിതാനുഭവങ്ങളെ ഇന്ദ്രിയാനുഭൂതിയാക്കി തീർക്കുന്ന കുറെ കവിതകളുടെ രചനയായിരുന്നു ഈ കൃതിയിൽ. ഹിന്ദു മുസ്ലിം മിത്തുകളുടെ ഇതിവൃത്തവും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭക്തിസാന്ദ്രതയും ഇതിൽ പ്രകടമായിരുന്നു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകനായ രാജേഷ് ധർമ്മനാണ്. മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. പ്രിയപ്പെട്ടവരെ, വിദ്യാഗീതം സ്കൂൾ റേഡിയോക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഇന്ന് മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ യൂസഫലി കേച്ചേരിയുടെ ഓർമ്മദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയരെ, അമ്മിഞ്ഞ പാലനൊപ്പം നുണഞ്ഞ മാപ്പിളപ്പാട്ടിൻ്റെ മധുരമാണ് തന്നെ പാട്ടെഴുത്തുകാരനാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട് യൂസഫലി കേച്ചേരി. ബാല്യത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ മധുമഴയിൽ യൂസഫലിയെ ജ്ഞാനസ്നാനം ചെയ്യിച്ച നജ്മക്കുട്ടി എന്ന ഉമ്മ ഓരോ കാലടിയിലും മാപ്പിളപ്പാട്ടിൻ്റെ ഇശല് പൊഴിച്ചു. പാട്ടിൻ്റെ മധുരം കിനിയുന്ന ആ ബാല്യം പകർന്ന വാക്കും വെളിച്ചവുമാണ് മലയാള ഗാനശാഖയിൽ യൂസഫലിയുടെ പേരെഴുതി വെച്ചതും. മതങ്ങൾക്കതീതമായി പരന്നൊഴുകിയ കൃഷ്ണസ്നേഹം കേച്ചേരിയുടെ ഗാനങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കേച്ചേരിയുടെ സംസ്കൃത പഠനം ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങി സംസ്കാരങ്ങളുടെ ചെപ്പുകൾ തുറന്നു അവയിൽ നിന്ന് മുത്തുമണികൾ പെറുക്കിയെടുക്കാൻ വളരെയേറെ പ്രചോദിപ്പിച്ചിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ നടവരെ പോയി ദൂരെ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ചൈതന്യപ്രഭ നെഞ്ചിലേറ്റിയിരുന്ന കവിയായിരുന്നു അദ്ദേഹം. എത്രയോ ഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണഭക്തി നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. എഴുതുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ഹൃദയത്തിൽ നിന്നെന്ന പോലെയാണ് ആ വരികൾ പിറന്നു വീണത്. പ്രണയമായാലും ഭക്തിയായാലും യൂസഫലി വാക്കുകളിൽ പുതുമ തേടി. കേട്ടുപഴകാത്ത ബിംബങ്ങളിൽ എഴുതിയ പ്രേമഗാനങ്ങളൊക്കെയും ആസ്വാദകരുടെ മനസ്സിനെ പിടിച്ചുലച്ചു. പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി, ONV, വയലാർ തുടങ്ങിയ ഗാനരചയിതാക്കളോടൊപ്പം ഈ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് യൂസഫലി കേച്ചേരി. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ഹിന്ദുസ്ഥാനി ഗസലുകളെയും സംസ്കൃത ശ്ലോകങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരും കേച്ചേരിയുടെ വരികൾക്ക് ഇമ്പമുള്ള ഈണം നൽകി മധുരതരമാക്കിയിട്ടുണ്ട്. ബാബുരാജ്, ദക്ഷിണമൂർത്തി സ്വാമികൾ, കെ രാഘവൻ മാസ്റ്റർ, KV മഹാദേവൻ, MS വിശ്വനാഥൻ, പുകഴേന്തി, SP വെങ്കടേഷ്, വിദ്യാസാഗർ, ജെറി അമൽദേവ്, MB ശ്രീനിവാസൻ, KJ ജോയ് തുടങ്ങിയവരുടെ ഈണങ്ങളിൽ മലയാളിക്ക് ഇന്നും മനസ്സിൽ മൂളാൻ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ യൂസഫലി രചിച്ചു. സംസ്കൃതത്തിൽ എഴുതിയ ആദ്യത്തെ ഗാനം 1988 പുറത്തിറങ്ങിയ ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടിയുള്ളതായിരുന്നു. ജാനകി ജാനെ എന്ന് തുടങ്ങുന്ന ഗാനം പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര സംഗീത സംവിധായകനായ നൌഷാദ് ഈണം നൽകിയതായിരുന്നു.
ഇന്ത്യയിൽ അതിസുന്ദരമായ മെലഡികൾ ഒരുക്കിയ നൗഷാദിനെ കൊണ്ട് തൻ്റെ ഒരു ഗാനത്തിന് സംഗീതം ചിട്ടപ്പെടുത്താൻ ഒരുപാട് ആഗ്രഹിച്ചതിൻ്റെ സാഫല്യമാണ് യൂസഫ് അലി നേടിയത്. തുടർന്ന് സർഗം എന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ രവി ഈണം നൽകിയ കൃഷ്ണകൃപാസാഗരം എന്ന് തുടങ്ങുന്ന ഗാനവും ഹിറ്റായി. 2000 പുറത്തിറങ്ങിയ മഴ എന്ന ചിത്രത്തിലെ ഗേയം ഹരിനാമധേയം സംസ്കൃതത്തിൽ എഴുതിയ ഏറ്റവും നല്ല ഗാനത്തിലുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. പ്രണയമെന്ന വികാരം തീരാത്തിടത്തോളം നിലനിൽപ്പുണ്ട് ഖദീജയിലെ ബാബുരാജ് യൂസഫ് അലി കൂട്ടുകെട്ടിൽ പിറന്ന ഗാനത്തിനും. സുറുമ എഴുതിയ മിഴികളിൽ പ്രണയത്തിന്റെ മധുരത്തേൻ കൊണ്ട് കവിത എഴുതി ചേർത്ത കവി. പ്രണയാർദ്ധമായ പഹാഡി എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ള പാട്ട് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആസ്വാദകനെ വശീകരിക്കും. തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെറിയുന്ന മിഴികളെ ജീവിതത്തിൽ ആരാണ് മറക്കുക? കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ. കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ ഉമ്മ നന്നായിട്ട് മാപ്പിളപ്പാട്ടുകൾ പാടും. അത് അമ്മിഞ്ഞപ്പാല് തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സംഭവമാണ്. ഒരു താളബോധം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പോൾ ഞാൻ കൈ കൊട്ടിയിട്ട് താളം പിടിക്കും ഉമ്മ പാടുമ്പോൾ എന്ന് ഉമ്മ പറയാറുണ്ട്. കാരണം എന്താണ് താളം എന്ന് മനസ്സിലായിട്ടല്ല, എത്ര വിധത്തിൽ താളമുണ്ടെന്ന് മനസ്സിലായിട്ട്. അതൊക്കെ പിന്നീട് ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചത് അതെനിക്ക് വലിയ സഹായമായി. ആ മാപ്പിളപ്പാട്ടുകളാണ് എന്നെ കൊണ്ട് ഗാനങ്ങൾ എഴുതിയത്. സിനിമ ഞാൻ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. പാട്ട് എഴുതാന്ന് വെച്ചാൽ എഴുതി വെക്കലില്ല, മനസ്സുകൊണ്ട് പാടും, മനസ്സുകൊണ്ട് കെട്ടിയുണ്ടാക്കും. അത് കേട്ടവരൊക്കെ ചിലരൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. എൻ്റെ ഉമ്മാക്കും വളരെ ഇഷ്ടമായി. ഞാനൊരു ഗാനരചയിതാവായി എന്ന് പറയാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. ഭാവസാന്ദ്രങ്ങളായ അനവധി ഗാനങ്ങൾ മലയാളികൾക്കായി നൽകിയ യൂസഫ് അലി കേച്ചേരി 2015 മാർച്ച് 21 ഓർമ്മയായി.
ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.